ഹായ്, ഞാൻ ദീപ. മൂന്നാറിൽ ചെന്നിട്ടുള്ള 2ാമത്തെ ദിവസത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ രാവിലെ തന്നെ നല്ലോണം തണുത്ത് വരച്ചിട്ടാണ് എണീറ്റത്. സോക്സും ബ്ലാങ്കറ്റും ഒക്കെ ഇട്ട് കിടന്നിട്ടും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. റൂമിൽ ഹീറ്ററൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പിള്ളേർ അത് ഇടണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കത് ഇടാനും ഒത്തില്ല, ഇടുകയും ചെയ്തില്ല. ഓക്കെ, പിന്നെ ഞാൻ കിടന്നതൊരു 7 മണി 8 മണിക്ക് എണീക്കണം എന്നുള്ളൊരു തീരുമാനത്തിലാണ് കിടന്നത്. കാരണം 2 ദിവസമെങ്കിൽ 2 ദിവസം കുറച്ച് നേരം കൂടെ കിടന്നിട്ട് എണീക്കാന്നുള്ളൊരു അസംഷനിലായിരുന്നു. പക്ഷെ എന്നെ എവിടെ കൊണ്ട് കിടത്തിയാലും രാവിലെ ഒരു 5:45 6 മണിയാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ എണീറ്റിങ്ങി പോരും. എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉറങ്ങാനൊക്കത്തുമില്ല. അപ്പോൾ അത് എനിക്കൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ എണീറ്റ് കുത്തിയിരിക്കുമായിരുന്നു. പിന്നെ എനിക്ക് കാണാൻ പറ്റിയൊരു നല്ല കാഴ്ച എന്താണെന്ന് വെച്ചാൽ, അതിപ്പോൾ ഞാൻ എവിടെ പോവുകയാണെങ്കിലും, ഈ പിള്ളേരാണെങ്കിലും ബിജു ആണെങ്കിലും കിടന്നുറങ്ങുന്ന സമയത്ത് എനിക്കാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ കിട്ടുന്നത്. അപ്പോൾ ഇന്നും ഇതുപോലെ രാവിലെ എണീറ്റ് ബാൽക്കണിയിൽ പോയിരുന്നപ്പോൾ ഇങ്ങനെ ദൂരെ ഇങ്ങനെ മലയുടെ മുകളിൽ കൂടെ ഇങ്ങനെ മഞ്ഞിങ്ങനെ വന്ന് മൊത്തം ഇങ്ങനെ നിറഞ്ഞു നിന്നിട്ട് പയ്യെ അതും ഇങ്ങനെ പോകുന്ന ഒരു കാഴ്ച. അതായത് വെയിൽ വരുമ്പോൾ അതങ്ങനെ താന്ന് പോകുന്ന ഒരു കാഴ്ച. നല്ല രസമായിരുന്നത്. അപ്പോൾ അത് ഞാൻ കുറേ നേരം നോക്കിയിരുന്നു. അതാണ് എനിക്ക് കിട്ടിയ ഒരു രാവിലെ എണീറ്റപ്പോൾ കിട്ടിയ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരു 7:30 ആയപ്പോൾ എല്ലാത്തിനെയും കുത്തിപ്പൊക്കി എണീപ്പിച്ച് റെഡിയാക്കിപ്പിച്ച് പിന്നെ നമ്മുടെ യൂഷ്വൽ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ്, അതായത് ആ സ്ഥലം ഉണ്ടല്ലോ, ടീ കൗണ്ടി എന്ന് പറയുന്ന ആ സ്ഥലം നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ എവിടുന്ന് തിരിഞ്ഞ് നിന്നാലും ഫോട്ടോ എടുക്കാൻ നമുക്കങ്ങ് തോന്നും. പിന്നെ എല്ലാവരും ഫോട്ടോ ഇങ്ങനെ നിരത്തി പിടിച്ചെടുക്കുന്നതുകൊണ്ട് നമുക്ക് രാവിലെ അത്രയ്ക്ക് അങ്ങോട്ട് പറ്റിയില്ല. പിന്നെ നമ്മുടെ യൂഷ്വൽ സെൽഫിയൊക്കെ എടുത്തേച്ച് പയ്യെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. നമുക്ക് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ച് ആയാലും ഡിന്നർ ആയാലും ബുഫേ രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അല്ലാണ്ട് നമുക്ക് ഓർഡർ ചെയ്തും കഴിക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ വർഷം ഞങ്ങൾ തേക്കടിയിൽ പോയപ്പോഴും KTDCയുടെ തന്നെ ഹോട്ടലിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെയും ഇതുപോലെ ഞാൻ പോയിട്ടുള്ള KTDC ഹോട്ടൽസിലെല്ലാം ഇതുപോലെ ബുഫേ രീതിയിൽ തന്നെയാണ് അവരെല്ലാം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു ചാർജ് എന്ന് പറഞ്ഞത് 800 + GST ആണ് പെർ ഹെഡ് വരുന്നത് ബുഫേക്ക്. ഇതൊരു പ്രീമിയം എക്സ്പീരിയൻസ് ആണ്. മേ ബി അതുകൊണ്ടായിരിക്കാം ഇത്രയും ചാർജ് വരുന്നത്. എങ്കിലും ഇത് നമ്മുടെ റിസോർട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമല്ല, പുറത്തുനിന്നും ആൾക്കാർ വന്നിവിടുന്ന് ഫുഡ് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് സമയമെടുത്ത് പയ്യാണ് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയത്. ഹോട്ടലിൽ നിന്ന് തന്നെ നമുക്ക് റൂട്ടിൻ്റെ ഒരു മാപ്പൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് പോയാൽ ഇന്ന സാധനങ്ങൾ കാണാം, ഇങ്ങോട്ട് പോയാൽ ഇന്ന സാധനങ്ങൾ കാണാം. പിന്നെ നമ്മൾ അല്ലാണ്ട് തന്നെ ഹോട്ടലിൽ റിസപ്ഷനിൽ അന്വേഷിച്ചിട്ടാണ് പോയത് എങ്ങോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എൻ്റെ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത് അധികം തിരക്കില്ലാത്ത അത്യാവശ്യം എന്തെങ്കിലും കാണാൻ പറ്റുന്ന സ്ഥലം. പിന്നെ ടീ മ്യൂസിയം എൻ്റെ ഒരു ലിസ്റ്റിൽ ഉണ്ടായിരുന്നതാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ബിജുവിൻ്റെ അനിയത്തി പറഞ്ഞിരുന്നത് വട്ടവട അവിടെ പോകണം, അവിടെ മറ്റേ സ്ട്രോബെറി പാടവും ഒക്കെ ഉണ്ട്, അത് പോയി കാണണമെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും അങ്ങോട്ടേക്ക് പോകാമെന്നുള്ള രീതിയിലാണ് നമ്മൾ ഇറങ്ങിയത്. ഇറങ്ങുന്നതിന് മുമ്പ് ഹോട്ടലിൻ്റെ ഫ്രണ്ടിലൊക്കെ നിന്ന് കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ അങ്ങോട്ട് മുകളിലോട്ട് കയറുകയാണ്. അതായത് നമ്മൾ നിൽക്കുന്ന ടീ കൗണ്ടിയിൽ നിന്ന് പിന്നെയും മുകളിലോട്ട് കയറിയാലാണ് വട്ടവടയിലേക്ക് എത്തുന്നത്. അതിന് മുന്നേ എക്കോ പോയിന്റ്, പിന്നെ എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ ഗാർഡൻസ്, ബൊട്ടാനിക്കൽ ഗാർഡൻസ്, പിന്നെ ടോപ്പ് സ്റ്റേഷനോ അങ്ങനെ ഒക്കെ പറയുന്ന കുറേ അധികം വ്യൂ പോയിന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്കൊന്നും മനസ്സിലായില്ല. എല്ലായിടവും ഓരോരോ ആൾക്കൂട്ടം കാണുന്നിടത്ത് ഞങ്ങൾ ഇറങ്ങും, ഫോട്ടോ എടുക്കും. അങ്ങനെയായിരുന്നു ഞങ്ങൾ പോയത്. അപ്പോൾ ആദ്യം ഞങ്ങൾ മുകളിലോട്ട് കയറാൻ തുടങ്ങിയ സമയത്ത് തന്നെ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതായത് ഇങ്ങനെ ഓക്കാനം പോലൊക്കെ വരുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ ഇന്നലെ വന്നതിൻ്റെ അത്രയും, അതായത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇറങ്ങി അത്രയും ഒരു ക്ഷീണം ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ ഞാൻ പിടിച്ചു നിന്നു. അപ്പോൾ മുകളിലോട്ട് കയറാൻ തോറും തേയിലത്തോട്ടം നല്ല അടിപൊളിയായിട്ട്, കാരണം ഇന്നലെ വന്നപ്പം ഞാൻ കണ്ണടച്ച് ഇറുക്കി പിടിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് എനിക്കൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഇന്നിപ്പോൾ പോകാൻ തുടങ്ങിയപ്പോൾ തേയിലത്തോട്ടമൊക്കെ കാണാൻ തുടങ്ങി. ഓരോ നല്ല വ്യൂ ഉള്ള സ്ഥലത്ത് നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത്, എന്തിനാണോ എന്തോ ഫോട്ടോ പുഴുങ്ങി തിന്നാനും മാത്രം ഫോട്ടോസ് ഞാൻ എടുത്ത് കൂട്ടിയിട്ടുണ്ട്. ഇനി അത് ഓരോന്നായിട്ട് നോക്കി ഡിലീറ്റ് ചെയ്ത് ആവശ്യമുള്ളത് മാത്രം തിരിച്ചു വെക്കുന്നത്, അതൊരു പണിയാണ്. അപ്പം ഫോട്ടോസൊക്കെ എടുത്തു. ഇത് ഭയങ്കര ചെറിയ റോഡാണ് കേട്ടോ. മുകളിലോട്ടല്ല, നമ്മൾ വന്ന വഴിയെല്ലാം ചെറിയ റോഡാണ്. ഇത്രയും നല്ല ടൂറിസ്റ്റ് ആൾക്കാർ ഒത്തിരി വരുന്ന ഒരു സ്ഥലമായിട്ട് പോലും ഇതിന് റോഡിന് വീതി ഇല്ലാത്തതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ബ്ലോക്കാണ്. ഇതിൻ്റെ ഇടയ്ക്ക് മറ്റേ ഈ ബസ് പിടിച്ച് വരുന്ന, ടെമ്പോ പിടിച്ച് വരുന്ന ആൾക്കാർ, അതുപോലെ ഏറ്റവും കൂടുതൽ ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീപ്പിൽ വരുന്ന ആൾക്കാരാണ്. അവരൊക്കെ ഇങ്ങനെ ഇടയ്ക്കൂടെ
അങ്ങ് കുത്തി കയറ്റി അങ്ങ് കൊണ്ടുപോകും. എന്നിട്ട് നമ്മളെങ്ങാനും നടുക്ക് നിന്നിട്ടായിരിക്കും ആൾക്കാരെ ഇറക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്നവൻ പോലും അവന് അതായത് ഈ ജീപ്പുകാർ തന്നെ നമ്മളുടെ അടുത്ത് നേരെ ഷൗട്ട് ചെയ്യാൻ വരും. അപ്പൊ ഒരിടയ്ക്ക് ഒരു സ്ഥലത്തൊക്കെ ചെന്നപ്പോഴത്തേക്കും ഭയങ്കര ബ്ലോക്കിന്റെ ഇടയിൽ നടു റോഡിൽ ആളെ കയറ്റവും ഇറക്കുകയും ചെയ്യുന്ന ഒരു ജീപ്പ് നമ്മുടെ ഫ്രണ്ടില്. അപ്പൊ നമ്മൾ ഹോൺ അടിച്ചതിന് നേരെ ഓപ്പോസിറ്റ് വന്ന ഒരു ജീപ്പുകാരൻ നമ്മളുടെ അടുത്ത് ഷൗട്ട് ചെയ്യുന്നു, എന്താടാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു മതി മിണ്ടാതിരി, ഇന്നത്തെ ദിവസം ഇനി ഇവര് കളയും. അപ്പം അങ്ങനെ ബ്ലോക്കും പ്രശ്നങ്ങളും ഒഴിച്ച ബാക്കി ഒക്കെ നല്ലതാണ്. ഞങ്ങള് ഒത്തിരി മിനിറ്റുകളോളം നമ്മൾ എന്താണ് 10 മിനിറ്റ് കൂടുതലൊക്കെ ഓരോ സ്ഥലത്ത് ഓരോ വളവിലൊക്കെ ഇങ്ങനെ നമ്മൾ ബ്ലോക്കായി കിടക്കുന്നുണ്ടായിരുന്നു. അത് കുറേ അങ്ങ് പോയതിന് ശേഷമാണ്. അതപ്പം നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അവർ പറഞ്ഞിരുന്നു, നിങ്ങൾ ഏതോ ഒരു സ്ഥലം വരെ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഭയങ്കര ബ്ലോക്ക് ആണെങ്കിൽ നിങ്ങൾ തിരിച്ചു പോരാ. പക്ഷെ തിരിച്ച് വണ്ടി തിരിക്കാൻ പോലും പറ്റുന്ന ഒരു റോഡല്ല. പക്ഷെ നമ്മൾ അങ്ങനെ വലിയ എക്സ്പെക്ടേഷനൊന്നും ഇല്ലാതെ പോവുകയാണെങ്കിൽ നമുക്കതൊരു വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നത്തില്ല. നമ്മൾ ജസ്റ്റ് കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അങ്ങനെയാണ്. അല്ലാതെ ധൃതി പിടിച്ചൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറേ തേയിലത്തോട്ടമൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ അത്യാവശ്യം നല്ലൊരു സ്ഥലത്തെത്തി. കുറേ കാടും പിന്നെ എന്താണ് തടാകം പോലെയൊക്കെയുള്ളൊരു സ്ഥലത്തെത്തി. അപ്പോൾ നമുക്കറിയത്തില്ലായിരുന്നു ഇത് എക്കോ പോയിന്റ് എന്ന് പറയുന്ന സ്ഥലമായിരുന്നു. നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ എടുത്ത് പിന്നെ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയപ്പോൾ അതിൻ്റെ ഒരു നല്ല വ്യൂ കിട്ടുന്ന ഒരു സ്ഥലം കണ്ടപ്പോൾ അവിടെ ഇറങ്ങി പിള്ളേർ വെള്ളത്തിലൊക്കെ കുറച്ച് നേരം കല്ലൊക്കെ എടുത്തെറിയും. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ഉറക്കെ വിളിച്ചു കഴിഞ്ഞാൽ എക്കോ അടിക്കും. അപ്പോൾ അങ്ങനെ പിള്ളേർ കയറി കുട്ടേട്ടാന്നൊക്കെ വിളിച്ച് വൻ ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ട് നിന്ന സമയത്തുണ്ടല്ലോ നേരെ നമ്മളിങ്ങനെ ഒരു മലയുടെ മുകളിലാണ് നിൽക്കുന്നത്, ഒരു കുന്നിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. പിള്ളേർ താഴോട്ടിറങ്ങിപ്പോയി. അപ്പം അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഒരു കപ്പിള് അവർ ഗ്രൂപ്പായിട്ട് വന്ന ഫാമിലി ഗ്രൂപ്പായിട്ട് വന്ന. അപ്പോൾ അവർ ഒരാൾ വൈഫ് ഫോട്ടോ എടുക്കാനായിട്ട് വിളിക്കുകയാണ് ഹസ്ബൻഡിനെ. അപ്പോൾ പുള്ളി പറയുന്നുണ്ട് ഇനി എന്തോരം സ്ഥലം കിടക്കുന്നു കാണാൻ, അവിടെയൊക്കെ പോയിട്ട് ഫോട്ടോ എടുത്ത പോരെ. അപ്പോൾ പുള്ളിക്കാർ പറയാം അതിപ്പോൾ ഇവിടെ നിന്ന് എടുക്കുന്ന പോലെ ആവത്തില്ലല്ലോ, ഇങ്ങോട്ട് വന്ന് ഫോട്ടോയ്ക്ക് നിൽക്കുന്നത് പറഞ്ഞുകൊണ്ട് പുള്ളീനെ വലിക്കുന്നത്. അപ്പം ഞങ്ങളിത് നോക്കിക്കൊണ്ട് വന്നിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഞാൻ പറയായിരുന്നു, എല്ലായിടത്തെയും മറ്റേ അന്താരാഷ്ട്ര പ്രശ്നമാണ് ഈ ഫോട്ടോ എടുക്കാൻ ഹസ്ബൻഡിനെ വിളിക്കുക എന്ന് പറയുന്നത്. ഞാനാണെങ്കിലും ബിജുവിനെ വിളിച്ചു കഴിഞ്ഞാൽ വരത്തില്ല, തെക്കോട്ടും വടക്കോട്ടും നോക്കി നിൽക്കും. വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾക്കൊരു ഫോട്ടോ കിട്ടുന്നത്. അപ്പം ഞാനും ബിജുവും കൂടി ഇങ്ങനെ നിന്ന് അവരെ തന്നെ നോക്കിക്കൊണ്ട് നിന്ന് അവസാനം അവർക്ക് ചമ്മലായിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് അവരങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സെൽഫി സ്റ്റിക്ക് ഒക്കെ എടുത്ത് ഫോട്ടോ എടുക്കാൻ നിന്നപ്പം എന്തോ ഭാഗ്യത്തിന് ഇച്ചിരി മര്യാദയ്ക്ക് നിന്ന് തന്നു കേട്ടോ. അപ്പോൾ രസമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മേളിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും മേളിലോട്ട് കയറിയപ്പോൾ അവിടെ ഒരു ഉമ്മ പായസമൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. മുളയരി പായസവും പിന്നെ മീൻകറി കൂട്ടിയിട്ടുള്ള ഊണും പിന്നെ ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു ചെറിയൊരു വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് അവിടെ എനിക്കൊന്ന് ഓൾറെഡി കുക്ക് ചെയ്ത് കൊണ്ടുവന്ന എന്നിട്ട് അവിടെ മേശയൊക്കെ ഇട്ട് തരുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ സമയമായില്ല, ഒരു 11 മണിയൊക്കെ ആയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചില്ല, പായസം കുടിച്ച് വെച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമുക്ക് പോകേണ്ട സ്ഥലങ്ങളിലൊന്നും നമ്മൾ അധികം പിന്നെ അങ്ങോട്ട് കൂടുതലും ഇങ്ങനെ കാട് പോലത്തെ സ്ഥലങ്ങളായിരുന്നു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു ചെക്ക് പോസ്റ്റ് എത്തി. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വട്ടവടയിലേക്ക് പോകുന്നതിന് ഉള്ള പെർമിഷനാണ്. അതായത് നമ്മൾ 6 മണിക്ക് മുന്നേ തിരിച്ചു വരണം. അല്ല സ്റ്റേ ചെയ്യാനാണെങ്കിൽ നമുക്ക് പോകാം. സ്റ്റേ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 6 മണിക്ക് മുന്നേ തന്നെ തിരിച്ച് ഇത് കടന്നിങ്ങി വരണം. അതായത് ഇനി നമ്മൾ പോകാൻ പോകുന്ന ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ പോകാൻ പോകുന്നത് നല്ല കാടാണ്. അപ്പൊ അവിടെ നമുക്ക് ഓൾറെഡി ഇൻസ്ട്രക്ഷൻ തരുന്നുണ്ട്, ഇനി അങ്ങോട്ട് ഒരു 1/2 മണിക്കൂർ ദൂരത്തേക്ക് നമ്മൾ എവിടെയും വണ്ടി നിർത്താൻ പാടില്ല, ഫോട്ടോ എടുക്കാൻ പാടില്ല, സൗണ്ട് അധികം ഉണ്ടാക്കാതെ പൊക്കോണം. അപ്പൊ അങ്ങനെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതുപോലെ തന്നെ പോയി കുറേ എത്തിക്കഴിയുമ്പം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. അവിടെ എന്താണ് എനിക്ക് മനസ്സിലായത്, അത് ഷോലെ നാഷണൽ പാർക്ക് എന്നാണ് എഴുതി വെച്ചിരുന്നത്. അപ്പൊ അവിടെ അത് പഠിക്കാനായിട്ട് ഈ പ്രകൃതി പഠനം എന്നൊക്കെ പറഞ്ഞ് വന്നേക്കുന്ന ഒരു ഗ്രൂപ്പ് മാത്രമേ അവിടെ ഇറങ്ങിയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഈ വണ്ടി എവിടെ നിർത്താതെ ഫോട്ടോ എടുക്കാണ്ടാണ് പോകുന്നത്. അപ്പൊ അതൊരു നല്ലൊരു ഏരിയ ആയിരുന്നു, നല്ല ഭംഗിയായിരുന്നു ആ ഒരു സ്ഥലം കാണാനായിട്ട്. പിന്നെ കുറെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വയ്യാണ്ടാവാൻ തുടങ്ങി. പിന്നെ ഇങ്ങനെ വളവുകളും തിരിവുകളും, പിന്നെ റോഡ് അങ്ങ് മോശമാവാൻ തുടങ്ങി. ഒരു ഏരിയ കഴിഞ്ഞപ്പോൾ റോഡ് മോശമാവാൻ തുടങ്ങി. ഈ പോയ കാടിനുള്ളിലൂടെ ഉള്ള റോഡ് അടിപൊളിയായിരുന്നു കേട്ടോ.
അതിൻ്റെ വ്യൂവും അടിപൊളിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പം റോഡ് മോശമാകാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു നമ്മൾ ടോപ്പ് സ്റ്റേഷൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നു, ഏതൊരു സ്ഥലത്ത് ടോപ്പ് സ്റ്റേഷൻ എങ്ങാണ്ട് പറയുന്നൊരു സ്ഥലത്തെത്തി. എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, അവിടെ ഒത്തിരി പേര് ഇറങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായത് അതൊന്നും ഒത്തിരി നടക്കാനുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ മറ്റേ ദേഹം അനങ്ങുന്ന ടീംസ് അല്ലാത്തത് കൊണ്ട് ഞങ്ങളവിടെ ഇറങ്ങിയില്ല. പിന്നെ ഞങ്ങൾ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയി. അപ്പോൾ എനിക്ക് ഫുഡ് കഴിക്കേണ്ട സമയമായി. അപ്പം എനിക്ക് മനസ്സിലാവുന്നത് നമുക്ക് ഈ ഗ്യാസ് കയറാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ വയറിനകത്തൊന്നും ഇല്ലെങ്കിലും ഈ ഓക്കാനമൊക്കെ അങ്ങോട്ട് ട്രിഗർ ആവും കേട്ടോ. അപ്പം ഞാൻ വയ്യാണ്ടായി. അതിൻ്റെ കൂടെ എനിക്ക് ടോയ്ലറ്റിൽ പോകണം. അപ്പോൾ അതിനൊന്നും ഒരു സൗകര്യം നമുക്ക് എവിടെയും വണ്ടി നിർത്താനും പറ്റത്തില്ല. അതുപോലെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. നമ്മുടെ പുറകെ വേറെ വണ്ടികളുണ്ട്. അപ്പോൾ അങ്ങനെ പോയി കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ കൃഷിസ്ഥലം പോലുള്ള സ്ഥലങ്ങൾ കാണാൻ തുടങ്ങി. അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ നമ്മുടെ അടുത്ത് ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ പറയും, ഇനി അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, നിങ്ങളുടെ വണ്ടിയിൽ ഒരിക്കലും പോകാൻ പറ്റത്തില്ല, ഞങ്ങൾ കൊണ്ടുപോകാം. 2500 രൂപ എങ്ങാണ്ടാണ് ഒരാൾക്കെന്നോ അതോ 4 പേരടങ്ങുന്നവർക്കോ അങ്ങനെ കണ്ട ജീപ്പിൽ പോകാമെന്ന് പറഞ്ഞ് അവരെല്ലാവരും ക്യാൻവാസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഇതറിയാതെ പോവുകയാണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ഇതിൽ പെട്ടിട്ട് നമ്മൾ കാറ് അവിടെ ഇട്ടേച്ച് പോകും. അപ്പം നമ്മൾ പറഞ്ഞു ഇല്ല സാരമില്ല, നമ്മൾ പൊക്കോളാം എന്ന് പറഞ്ഞ് പിന്നെയും കുറേ ദൂരം പോയി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഒരു ഹോട്ടലൊക്കെ കാണാൻ പറ്റും. ഒന്നിലധികം ഹോട്ടൽസ് ഉണ്ട്, പക്ഷെ അത്യാവശ്യം വൃത്തിയുള്ളൊരു ഹോട്ടൽ കണ്ടു. അവിടെ ഇറങ്ങി. അവിടെ തന്നെ നമുക്ക് വാഷ്റൂം സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഫുഡും കഴിച്ചു. ഫുഡ് കഴിക്കാൻ വലിയ ഇടിയായിരുന്നു കേട്ടോ, കാരണം ഇത്രയും പേരും കൂടെ വന്നു കഴിയുമ്പോൾ ഇരിക്കാൻ സ്ഥലമില്ല അവിടെ. അപ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇത്തിരി ആശ്വാസമൊക്കെ ആയി. അതിനുശേഷം പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയി ഒരു വളവൊക്കെ കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങിയപ്പോഴാണ് അതാണ് അങ്ങോട്ടേക്കാണ് വട്ടവടയിലേക്കുള്ള റോഡാണെന്ന് മനസ്സിലാവുന്നത്. പിന്നെ ഞങ്ങൾ ആദ്യം ചെന്നെത്തുന്നത് വട്ടവട ഹണി മ്യൂസിയം ആണ്. അത് ശരിക്കും ഒരു ടൈപ്പ് സ്ഥലമാണ്. മ്യൂസിയം എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. അവർ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ തരും, ഒരു തേനീച്ചക്കൂടിൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കിയേക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പക്ഷെ അതൊരു വലിയ സംഭവം പറയാനൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഹണിയുടെ തന്നെ പല രീതികൾ, അതുണ്ടാക്കുന്ന രീതികൾ, പലതരം ഹണി, കുറച്ച് ഹണി ടേസ്റ്റ് ചെയ്യാൻ തരും. പിന്നെ ഒരു ചെറിയൊരു ഷോ പോലെ ഒരു TV-യിൽ കുറച്ച് കാര്യങ്ങൾ കാണിക്കും. ഒരു ഫ്രീ ആണതെല്ലാം. പക്ഷെ ഫ്രീ ആണെന്ന് പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവരവരുടെ കടയിലേക്ക് പറഞ്ഞു തരും. അവരുടെ ഒരു സ്റ്റോറുണ്ട്, അതിലേക്ക് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തെങ്കിലും മേടിച്ചേക്കാം, അതുമല്ല ഇവർ പറഞ്ഞല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ എന്തെങ്കിലും മേടിക്കുമല്ലോ. അങ്ങനെ ഞങ്ങളൊരു 2000 രൂപ വരുന്നൊരു കുഞ്ഞു കുപ്പി ഹണി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ലതാണെന്നൊക്കെ വിചാരിച്ചാണ് മേടിച്ചേക്കുന്നത്, എനിക്കറിയത്തില്ല. പിന്നീടാണ് നമുക്ക് മനസ്സിലായത് ഇത് ഗവൺമെൻറ്റിൻ്റെ ഒന്നും അല്ല, ഇത് ഒരു പ്രൈവറ്റ് സ്ഥാപനം തന്നെയാണ്. പിന്നെ അവിടുന്ന് പിള്ളേർ ഇതുപോലത്തെ സാധനം കണ്ടു കഴിഞ്ഞ് വിടത്തില്ലല്ലോ. പിള്ളേരങ്ങനെ എന്തൊക്കെയോ വാരി എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു വിധത്തിൽ കുറേ സാധനങ്ങളൊക്കെ തിരിച്ചു വെപ്പിച്ചിട്ട് ഞങ്ങളത് ബില്ല് ചെയ്തിങ്ങ് കൊണ്ടുവന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് ഈ ഹാൻഡ് മെയ്ഡ് സോപ്പ് ഉണ്ടായിരുന്നു, പിന്നെ ഈ ചന്ദനം, മറ്റേ രക്തചന്ദനം, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ. പിന്നെ അല്ലാതെ ഈ ആർട്ട് വർക്ക് എന്താണ് പറയുന്നത്, ഈ പണ്ടത്തെ ആമാടപ്പെട്ടി പോലത്തെ സാധനങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഫോട്ടോയും വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, അത് അവർ റെസ്ട്രിക്ട് ചെയ്തേക്കുക. പിന്നെ അവിടുന്ന് ഒരു വട്ടവട എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പിള്ളേരുടെ 2 ഫോട്ടോ എടുത്തിട്ട് പിന്നെ അവർ പറഞ്ഞത് ഇനി അവിടുന്ന് ഒത്തിരി താഴോട്ട് പോയി കഴിഞ്ഞ് ഇനി അവിടുന്ന് താഴോട്ടോ അങ്ങാണ്ടാണ് റോഡ് അല്ല, ഇനി അവിടുന്ന് മേളിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ അത് ഇപ്പം വന്ന വഴിനേക്കാളും മോശം വഴിയാണ്, ജീപ്പിൽ പോയാനേ പറ്റത്തുള്ളൂ, ഓഫ് റോഡാണ്, നടുവൊക്കെ നല്ലോണം പണിക്കുറ്റം തീരും എന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞാനും അന്നയും പറഞ്ഞു ഞങ്ങൾക്കിനി മുന്നോട്ട് വന്നതിൽ താല്പര്യമൊന്നുമില്ല. പിന്നെ നമ്മൾ ആ ഹണി മ്യൂസിയം നിൽക്കുന്നതിൻ്റെ താഴെ തന്നെ നമ്മളോട് പറഞ്ഞു ഇതാണ് സ്ട്രോബെറി തോട്ടം എന്ന് പറഞ്ഞൊരു തോട്ടമൊക്കെ കാണിച്ചു. ഞാൻ നോക്കിയിട്ട് ഇത്രയും ദാരിദ്ര്യം പിടിച്ചൊരു തോട്ടം നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ വയൽ എക്സ്പെക്ട് ചെയ്ത് പോയതാണെന്ന് തോന്നുന്നു. പക്ഷെ അവിടെയൊക്കെ ഇങ്ങനെ തരിശു ഭൂമി പോലെ കിടക്കുകയാണ്. അപ്പോൾ മേ ബി സീസൺ അല്ലാത്ത സമയത്തോ പോയത് കൊണ്ടോ വല്ലതും ആയിരിക്കാം കേട്ടോ. അപ്പം നമുക്കത് കണ്ടിട്ടൊരു തോട്ടമായിട്ടൊന്നും തോന്നിയില്ല. നമ്മുടെ വീടിൻ്റെ പുറകുവശത്ത് കൃഷി ചെയ്താൽ പോലും ഇതിലും കൂടുതൽ പച്ചപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതെനിക്ക് തോന്നും ഇങ്ങനെ സ്ട്രോബെറിയുടെ എന്തോ സംഭവങ്ങളൊക്കെ ആയിരുന്നു ബാക്കിൽ കേട്ടോ. അത് കൂടുതലും അവരിങ്ങനെ പ്ലാസ്റ്റിക് കവറിട്ട് മൂടി, മറ്റേ കള കയറാതിരിക്കാൻ പ്ലാസ്റ്റിക് കവറിട്ട് മൂടിയിട്ട് ഈ സ്ട്രോബെറിയുടെ ഇത് മാത്രമേ പുറത്ത് കാണത്തുള്ളൂ, അത് തൊടാനും പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെ പറഞ്ഞിട്ടാണ് അവരത് അവിടെ തൊട്ട് പുറകിലൊരു ചെറിയ തോട്ടം പോലെ ഉണ്ടായിരുന്നത്, ഫ്രീ വിസിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതും കണ്ടേച്ച് ഞങ്ങളിങ്ങനെ തിരിച്ചു കേട്ടോ. തിരിച്ച് വട്ടവട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഈ കൃഷിസ്ഥലമാണ്. ആ കൃഷിസ്ഥലം ഉള്ള സ്ഥലത്തേക്ക് പോകാന്ന് വെച്ചാൽ ഓഫ് റോഡ് പോയി നമ്മൾ അവിടുന്ന് ക്യാരറ്റും ഇതൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലത്തൊക്കെ പോയിട്ട് നമുക്കതൊക്കെ പറിച്ച് തിന്നാം, അതൊക്കെ കാണാം. അങ്ങനെ ഒരു സ്ഥലമാണ് നമ്മൾ പോകേണ്ടിയിരുന്നത്.
അപ്പോൾ അത് കാണാൻ നമുക്ക് പോകണമെന്ന് ഉള്ള താല്പര്യമേ പോയി. ആ ഒരു ഏരിയ, അതായത് ഒത്തിരി പച്ചപ്പൊക്കെ കണ്ടേച്ച് വന്നിട്ട് പിന്നെ നേരെ ഈ തരിശ് സംഭവം കാണാൻ തുടങ്ങിയപ്പോൾ നമുക്ക് ഒരു തൃപ്തി ഉണ്ടായിരുന്നില്ല. പിന്നെ വട്ടവട വരെ എത്തി എന്ന് നമുക്ക് പിന്നീട് പറയാമല്ലോ, നമ്മൾ വട്ടവട വരെയൊക്കെ പോയിട്ടുണ്ട്. ആ ഒരു ഉദ്ദേശം വെച്ചിട്ട് അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്ത് ഞങ്ങൾ തിരിച്ചു വന്നു. തിരിച്ചു വരുന്ന വഴി മൊത്തം ബ്ലോക്കായിരുന്നു. പിന്നെ തിരിച്ചിങ്ങി വരാൻ നേരത്ത് വയ്യാണ്ടാവാൻ തുടങ്ങി വീണ്ടും. കാരണം എനിക്കൊന്ന് ചൂട് കൂടി നമ്മൾ യാത്രയൊക്കെ ചെയ്ത് ക്ഷീണിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കാണ് ഇത് ഒത്തിരി ബുദ്ധിമുട്ടാവാൻ തുടങ്ങിയത്. പിന്നെ ഭയങ്കര സ്പീഡിൽ വരാൻ പറ്റിയിട്ടില്ല, കാരണം എല്ലായിടവും ബ്ലോക്കായിരുന്നു. അങ്ങനെ വന്ന് ഞങ്ങളൊരു സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് മാഗിയും ചായയും കുടിക്കണമെന്നുള്ളൊരു വൻ ആഗ്രഹം. കാരണം ഒത്തിരി എടുത്ത് മാഗിയുടെ പാക്കറ്റ് വെച്ചിട്ട് മാഗി ഉണ്ടാക്കി കൊടുക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കങ്ങ് കൊതിയായി. അപ്പം മാഗി നമ്മൾ ഓർഡർ ചെയ്ത് പിന്നെ അത് കഴിച്ച് ആ ഒരു ആഗ്രഹം അങ്ങ് തീർത്ത് ചായയും കുടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നേരെ പിന്നെ ബ്ലോക്കിൽ തന്നെയായിരുന്നു കേട്ടോ. ബ്ലോക്കിൽ നിർത്തി ഞങ്ങൾ തിരിച്ച് വീടെത്തി. അപ്പോൾ വീടെത്തിയല്ല, ടീ കൗണ്ടിയിലെത്തി. അപ്പോൾ ടീ കൗണ്ടിയിൽ എത്തുന്നതിന് ഗൂഗിൾ അമ്മച്ചി നമ്മളെ ഒരു വഴി കാണിച്ചു. അത് വൻ ബ്ലോക്കായിരുന്നു. അവിടെ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മളൊരു രാത്രി 10 മണി ആയാൽ പോലും വീടെത്തത്തില്ലായിരുന്നു. അപ്പം പിന്നെ എന്തോ ഭാഗ്യത്തിന് നമുക്ക് വളയ്ക്കാൻ തോന്നി. നമ്മൾ വണ്ടി തിരിച്ചു പോന്നിട്ട് വേറൊരു റൂട്ടിൽ കൂടെ പോയി ടീ കൗണ്ടിയിൽ എൻ്റെ ബാക്ക് സൈഡിൽ കൂടെ ടീ കൗണ്ടിയുടെ ബാക്ക് സൈഡിൽ കൂടെയാണ് നമ്മൾ ശരിക്കും ബ്ലോക്കിൽ നിന്നത്. അപ്പോൾ ടീ കൗണ്ടിയുടെ ഫ്രണ്ട് സൈഡിൽ കൂടെ വരുന്ന വേറൊരു വഴി, ഭയങ്കര ഇടവും തിരിവും വലവും ഒക്കെ ഉള്ളൊരു സ്ഥലത്തൂടെ ഒരു വിധത്തിൽ ഞങ്ങൾ ഹോട്ടലിലെത്തി. പിന്നെ അന്ന് ഫുഡും കഴിച്ചു. അന്ന് പിന്നെ പുറത്ത് പോയി ഫുഡ് കഴിക്കാനൊന്നും നമുക്ക് തോന്നിയില്ല. ഹോട്ടലിൽ നിന്ന് തന്നെ ഫുഡും കഴിച്ച് ഞങ്ങൾ പോയി കിടന്നു. അപ്പോൾ ഇതാണ് 2ാമത്തെ ദിവസത്തെ വിശേഷങ്ങൾ. അടുത്ത ദിവസത്തെ വിശേഷങ്ങളായിട്ട് ഞാൻ ഉടനെ തന്നെ വരാം കേട്ടോ. ബൈ.